ഉൽപ്പത്തി പുസ്തകം 46 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം ഇസ്രായേൽ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ടു. ബേർശേബയിലെത്തി തന്റെ പിതാവായ ഇസാക്കിന്റെ ദൈവത്തിന് യാഗം കഴിച്ചു. ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്നു അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ ദൈവമാകുന്നു, നിന്റെ പിതാവിന്റെ ദൈവം തന്നെ. മിസ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട, അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും എന്ന് അരുളിച്ചെയ്തു. ഞാൻ നിന്നോടുകൂടെ മിസ്രൈമിലേക്ക് പോരും, ഞാൻ നിന്നെ മടക്കി വരുത്തും. യോസേഫ് സ്വന്തം കൈകൊണ്ട് നിന്റെ കണ്ണ് അടയ്ക്കും എന്ന് അരുളിച്ചെയ്തു. പിന്നെ യാക്കോബ് ബേർശേബയിൽ നിന്ന് പുറപ്പെട്ടു. ഇസ്രായേലിന്റെ പുത്രന്മാർ അപ്പനായ യാക്കോബിനെ കയറ്റുവാൻ ഫറവോൻ അയച്ച രഥങ്ങളിൽ അവനെയും തങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും കയറ്റിക്കൊണ്ടുപോയി. തങ്ങളുടെ ആടുമാടുകളെയും കനാൻ ദേശത്ത് വെച്ച് സമ്പാദിച്ച സമ്പത്തുകളെയും കൊണ്ടുപോയി. അങ്ങനെ യാക്കോബും സന്തതികളുമെല്ലാം മിസ്രൈമിലെത്തി. അവൻ തന്റെ പുത്രീപുത്രന്മാരെയും പൌത്രീപൌത്രന്മാരെയും തന്റെ സന്തതികളെ ഒക്കെയും കൂട്ടി മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. മിസ്രൈമിൽ വന്ന ഇസ്രായേൽ മക്കളുടെ പേരുകളാവിത്: യാക്കോബും അവന്റെ പുത്രന്മാരും. യാക്കോബിന്റെ ആദ്യജാതനായ രൂബേൻ. രൂബേന്റെ പുത്രന്മാർ ഹനോക്ക്, ഫല്ലു, ഹെസ്രോൻ, കർമി. ശിമെയോന്റെ പുത്രന്മാർ യെമുവേൽ, യാമീൻ, ഓഹദ്, യാഖീൻ, സോഹർ. കന്യകാരത്തിയുടെ മകനായ ശൌൽ. ലേവിയുടെ പുത്രന്മാർ ഗേർശോൻ, കഹാത്ത്, മെരാരി. യഹൂദയുടെ പുത്രന്മാർ ഏർ, ഓനാൻ, ശേല, പേരസ്, സേരഹ്. എന്നാൽ ഏർ, ഓനാൻ എന്നിവർ കനാൻ ദേശത്ത് വെച്ച് മരിച്ചുപോയി. പേരസിന്റെ പുത്രന്മാർ ഹെസ്രോൻ, ഹാമൂൽ. ഇസഖാരിന്റെ പുത്രന്മാർ തോല, പൂവ, യോബ്, ശിമ്രോൻ. സെബുലുവിന്റെ പുത്രന്മാർ സേരദ്, ഏലോൻ, യഹ്ലായേൽ. ഇവർ ലേയയുടെ പുത്രന്മാർ. അവൾ അവരെയും യാക്കോബിന്റെ മകളായ ദീനയെയും അവന് പദ്ദൻആരാമിൽ വെച്ച് പ്രസവിച്ചു. അവന്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം കൂടെ 33 പേരായിരുന്നു. ഗാദിന്റെ പുത്രന്മാർ സിഫിയോൻ, ഹഗ്ഗി, ശൂനി, എസ്ബോൻ, ഏരി, അരോദി, അരേലി. അശേരിന്റെ പുത്രന്മാർ ഇമ്ന, ഇശ്വ, ഇശ്വി, ബെരിയ. ഇവരുടെ സഹോദരി സേരഹ്. ബെരിയാവിന്റെ പുത്രന്മാർ ഹേബേർ, മൽക്കിയേൽ. ഇവർ ലാബാൻ തന്റെ മകളായ ലേയ്ക്ക് കൊടുത്ത സിൽപ്പിയുടെ പുത്രന്മാർ. അവൾ യാക്കോബിന് ഈ 16 പേരെ പ്രസവിച്ചു. യാക്കോബിന്റെ ഭാര്യയായ റാഹേലിന്റെ പുത്രന്മാർ യോസേഫ്, ബെന്യാമീൻ. യോസഫിന് മിസ്രയീം ദേശത്ത് മനശ്ശെയും എഫ്രയീം ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനായ പോത്തിഫേറയുടെ മകളായ ആസ്നത്ത് അവന് പ്രസവിച്ചു. ബെന്യാമീന്റെ പുത്രന്മാർ ബേല, ബേഖർ, അബ്ഷേർ, ഗേര, നാമാൻ, ഏഹി, റോഷ്, മുപ്പീം, ഹുപ്പീം, ആരദ്. ഇവർ റാഹേൽ യാക്കോബിന് പ്രസവിച്ച പുത്രന്മാർ. എല്ലാം കൂടി 14 പേർ. ദാന്റെ പുത്രന്മാർ ഹൂശീം. നഫ്താലിയുടെ പുത്രന്മാർ യഹസേൽ, ഗൂനി, യേസർ, ശിലോം. ഇവർ ലാബാൻ തന്റെ മകളായ റാഹേലിന് കൊടുത്ത ബിൽഹയുടെ പുത്രന്മാർ. അവൾ യാക്കോബിന് ഇവരെ പ്രസവിച്ചു. എല്ലാം കൂടെ 7 പേർ. യാക്കോബിന്റെ പുത്രന്മാരുടെ ഭാര്യമാരെ കൂടാതെ അവന്റെ കടിപ്രദേശത്തു നിന്ന് ജനിച്ചവരായ അവനോടുകൂടെ മിസ്രൈമിൽ വന്നവർ ആകെ 66 പേർ. യോസേഫിന് മിസ്രൈമിൽ വെച്ച് ജനിച്ച പുത്രന്മാർ 2 പേർ. മിസ്രയീമിൽ വന്നവരായ യാക്കോബിന്റെ കുടുംബം ആകെ 70 പേർ. എന്നാൽ ഗോശേനയ്ക്ക് യോസഫ് തനിക്ക് വഴി കാണിക്കേണ്ടതിന് അവൻ യഹൂദയെ അവന്റെ അടുക്കൽ മുമ്പിട്ടയച്ചു. ഇങ്ങനെ അവർ ഗോശേൻ ദേശത്തു എത്തി. യോസഫ് രഥം കെട്ടിച്ചു അപ്പനായ ഇസ്രായേലിനെ എതിരേൽപ്പാൻ ഗോശേനിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു. ഇസ്രായേൽ യോസഫിനോട്, നീ ജീവനോടിരിക്കുന്നുവെന്ന് ഞാൻ നിന്റെ മുഖം കണ്ടറിഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ മരിച്ചാലും വേണ്ടതില്ല എന്ന് പറഞ്ഞു. പിന്നെ യോസഫ് സഹോദരന്മാരോടും അപ്പന്റെ കുടുംബത്തോടും പറഞ്ഞത്, ഞാൻ ചെന്ന് ഫറവോനോട് കനാൻ ദേശത്തുനിന്ന് എന്റെ സഹോദരന്മാരും അപ്പന്റെ കുടുംബവും എന്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് അറിയിക്കും. അവർ ഇടയന്മാരാകുന്നു.
കന്നുകാലികളെ മേയിക്കുന്നത് അവരുടെ തൊഴിൽ. അവർ തങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും തങ്ങൾക്കുള്ളതൊക്കെയും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അവനോട് പറയും. അതുകൊണ്ട് ഫറവോൻ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ തൊഴിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ അടിയങ്ങൾ ബാല്യം മുതൽ ഇന്നുവരെയും ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ഗോപാലകന്മാരാകുന്നു എന്ന് പറവീൻ. എന്നാൽ നിങ്ങൾക്ക് ഗോശനിൽ പാർപ്പാൻ സംഗതിയാകും. ഇടയന്മാരെല്ലാം മിസ്രയീമ്യർക്കു വെറുപ്പല്ലോ.